മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 തുടങ്ങി 20 വരെ വാക്യം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 16 തുടങ്ങി 20 വരെ ലാസ്റ്റ് അധ്യായമാണ്. കാലമല്ല, ലാസ്റ്റ് അധ്യായത്തിന് ലാസ്റ്റ് വേഴ്സസ്. എന്നാൽ 11 ശിഷ്യന്മാർ അവിടെ തൊട്ടാണോ? എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അപ്പൊ യേശുക്കത്ത് പറഞ്ഞ മലയിലേക്കാണ് ഈ 11 ശിഷ്യന്മാർ കയറി ചെന്നത്. അവിടെ ചില അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ഹാലേലൂയ. യേശുവിനെ കണ്ടപ്പോൾ അതിനെ നമസ്കരിച്ചു. അപ്പൊ ചിലരോ സംശയിച്ചു. യേശു അടുത്ത്, ചിലരോ എന്ന് പറയുമ്പോൾ 11 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. 11 ശിഷ്യന്മാരിൽ ആരൊക്കെയോ സംശയിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ ചിലരോ സംശയിച്ചു എന്ന് പറയുന്നത്. യേശു അടുത്ത് ചെന്ന്, യേശു കർത്താവ് ചെന്നിട്ട് നേരിട്ട് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലും ഭൂമിയുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവ കർത്താവ് യേശു ക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നൽകും. ആ അധികാരത്തിലുണ്ട് കേട്ടോ. പ്രകൃതിയുടെ മേൽ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. കേരളത്തിൽ വലിയ ചൂടൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ വായ തുറന്ന് കൽപ്പിക്കേട്ടോ, സകല അധികാരവും നൽകിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം കാറ്റ് വീശുമ്പോഴോ മഴ പെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഹല്ലേലൂയ അത് കൽപ്പിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാലും ഞാനിങ്ങനെ ഒരു മെസ്സേജ് കേട്ടോ, നമ്മുടെ പണ്ട് നമ്മുടെ PG അങ്കിളിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങിക്കും കാശിലും പച്ചവെള്ളത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത കാര്യം. അതുപോലെ ഒരു സിസ്റ്റർ ഹല്ലേലൂയ ആമേൻ, ഒരു പാസ്റ്റർ വൈഫ് ഗ്യാസ് കഴിഞ്ഞു. അപ്പം സിലിണ്ടറിന്മേ തൊഴിച്ചിട്ട് പറഞ്ഞ് മര്യാദയ്ക്ക് അടുത്ത് 25 ദിവസം കൊണ്ട് കത്തിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അത് അടുത്ത 25 ദിവസത്തെ ഗ്യാസ് വെറ്റിയിൽ നിന്ന് ഗ്യാസ് അല്ലെങ്കിൽ കാലിയായ ഗ്യാസ് വെറ്റി അവൻ കത്തിയതായിട്ടൊക്കെ. അപ്പൊ നമ്മുടെ മേൽ തന്ന അധികാരം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം സകല അധികാരം യേശു കർത്താവിന് കൊടുത്ത ആ അധികാരം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ആമേൻ സ്വർഗ അധികാരം എനിക്ക് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. ആമേൻ. അധികാരം ആർക്ക്? കർത്താവിന് കൊടുത്തിട്ട് കർത്താവ് അതുകൊണ്ട് പറയുന്ന ആരെ ഏൽപ്പിക്കുക? നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പുറപ്പെട്ട് ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പൊ സ്നാനം കൊണ്ട് തീരുന്നില്ല. അവിടെ പറയാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട്. അല്ലെ, അപ്പൊ കർത്താവ് യേശു ക്രിസ്തു പ്രമാണിക്കാൻ കൽപ്പിച്ചുള്ളതൊക്കെ ഉപദേശിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവസഭയ്ക്കുള്ളിൽ സ്നാനം കൊണ്ട് ഒരാള് ഹല്ലേലൂയ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. സ്നാനം കൊണ്ട് ഒരാൾ നീതീകരണം നമുക്ക് സൗജന്യമല്ലേ. പക്ഷെ സ്നാനം മാത്രം കൊണ്ട് ഹല്ലേലൂയ പ്രോസസ്സിംഗ് നിൽക്കുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിക്കണം. അപ്പൊ സഭയ്ക്കുള്ളിൽ ഉപദേശം വേണം. ആമേൻ. ഔട്ട്സൈഡിലാണ് പ്രസംഗം മതി. അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടാനുള്ള എന്തിനാ? ഹല്ലേലൂയ ജാതികളെ ഹല്ലേലൂയ യേശു കർത്താവിന്റെ ഹല്ലേലൂയ രക്ഷയെക്കുറിച്ച് പറയാനായിട്ട്, മാനസാന്തരത്തെ കുറിച്ച് അറിയിക്കാനായിട്ട് ഹല്ലേലൂയ അതിനുവേണ്ടി നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ സഭയ്ക്കുള്ളിൽ ഉപദേശിക്കണം. എന്തിനുപദേശിക്കണം? കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു തന്നിരിക്കുന്ന ആമേ കമാൻഡ്മെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള വചനം ഓരോ കാര്യങ്ങളും നമുക്ക് ആമേ പ്രമാണിക്കാനുള്ളതാണ്. വചനം കേൾക്കാൻ മാത്രമുള്ളതല്ല, ഉപദേശം കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് പ്രമാണിപ്പാനുള്ളതാണ്. പ്രമാണിപ്പാൻ തക്കുന്ന ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. അപ്പൊ അങ്ങനെ സകല ജാതികളെയും നമ്മൾ ശിഷ്യരാക്കി മാറ്റണം. സ്നാനം കൊണ്ട് മാത്രം വിശ്വാസിയായിട്ടല്ല, എല്ലാവരെയും ശിഷ്യരാക്കാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്, ഡിസൈപ്പിൾസ് ആണ്. ഡിസൈപ്പിൾസ് ആണെങ്കിൽ ശിഷ്യന്മാരാണെങ്കിൽ ആ ശിഷ്യത്വം നമ്മൾ വെളിപ്പെടണം. ഗുരു എങ്ങനെയായിരുന്നു അങ്ങനെയായിരിക്കണം. ശിഷ്യരാക്കിക്കൊള്ളും. എന്നിട്ട് അടുത്തോടെ ഞാനോ ലോക അവസാനത്ത് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നല്ല. അപ്പൊ ലോകത്തിന്റെ അവസാനത്തോളം നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്.
നമുക്ക് തന്ന ഉത്തരവാദിത്തം എന്താ? കർത്താവ്, ഞാൻ മാർക്കോസ് സുവിശേഷം അങ്ങനെ തന്നെ പറയാം. അപ്പൊ കർത്താവിന് പറയുന്നത് ഈ അധികാരമൊക്കെ എനിക്ക് തന്നിരിക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ തരിക, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതി സ്നാനം കഴിപ്പിക്കണം. അതിന്റെ കൂടെ അവരെ ഞാൻ ഉപദേശിച്ചതൊക്കെ, അല്ലെങ്കിൽ ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം. അവരെ ഉപദേശിച്ചിട്ട് അവരെ നല്ല ശിഷ്യരാക്കണം. ആർക്ക് ഉത്തരവാദിത്തം? 11 ശിഷ്യന്മാർക്കാണ് ഉത്തരവാദിത്തം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഹാലേലൂയ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിച്ച് സ്നാനം ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ ഈ ഉത്തരവാദിത്തമാണ് ഹാലേലൂയ. നമ്മൾ ഉപദേശം കേട്ട് ഹാലേലൂയ അതൊക്കെ പ്രമാണിക്കുന്നതോടൊപ്പം നമ്മൾ പോയി അനേകരെ ശിഷ്യന്മാരാക്കുക. ഇന്നലെ തെർമോസ്റ്റ് പ്രസംഗിച്ച വിഷയം വിശ്വസ്തതയായിരുന്നു. ഹാലേലൂയ അല്ലെ? വിശ്വസ്തതയെ കുറിച്ച് ഇന്നലെ ഞാൻ അത് കേട്ടപ്പോ ഞാനിങ്ങനെ ആ ഭാഗം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ വിശ്വസ്ത എന്ന വാക്ക് മാത്രം. അപ്പൊ ദൈവാത്മാവിന്റെ അടുത്ത് പറഞ്ഞ കാര്യം, ചില ആൾക്കാര് വിശ്വസ്തരാണ്. ഞാൻ ഭയങ്കര വിശ്വസ്തരാ സിസ്റ്ററെ. കാരണം ദൈവത്തോട് ഞാൻ ഭയങ്കര ദൈവത്തിന്റെ വചനമൊക്കെ പ്രമാണിക്കും. പക്ഷേ ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോട് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എവിടെയൊക്കെ ആക്കി വെക്കുന്നോ, ഏതൊക്കെ പൊസിഷൻ നമ്മളായിരിക്കും അവിടെ എല്ലാം നമ്മൾ വിശ്വസം. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണും. കാരണം നമ്മൾ ആദ്യം ഒരു മകളായിരിക്കും അല്ലെ? അപ്പം നമ്മൾ മകളായിരിക്കും, അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സഹോദരി ആയിരിക്കും, അത് കഴിയുമ്പോൾ നമ്മൾ അമ്മയാകും, അത് കഴിയുമ്പോൾ ഭാര്യയാകും, അത് കഴിയുമ്പോൾ ഒരു അമ്മയാകും, അത് കഴിയുമ്പോൾ ഒരു അമ്മായിയമ്മയാകും, അത് കഴിയുമ്പോൾ അമ്മൂമ്മയാകും. ഹല്ലേലൂയ. അപ്പൊ ഈ കുടുംബത്തിൽ പിന്നെ അതുപോലെ ജോലി ചെയ്യുന്നവരൊക്കെ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ ഏത് പൊസിഷൻ അവിടെ അതാകും. അപ്പൊ ഈ പൊസിഷനിൽ എല്ലായിടത്തും നമ്മൾ വിശ്വസ്തരാണോ? പരിശുദ്ധാത്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് അറിയായിരുന്നു, ചിലപ്പോൾ നമ്മള് മകളെന്ന രീതി വിശ്വസ്തരായിരിക്കും. ചിലപ്പം കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേന് മകളെന്ന രീതിയിൽ വിശ്വസ്തത നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല അങ്ങനെ പലപ്പോൾ. കാരണം ഭർത്താവിനോട് ആയി കഴിയുമ്പോൾ പിന്നെ ഭർത്താവിനോട് അമ്മ നിങ്ങൾ രണ്ടുപേരും ഒന്നായി ചേരുന്ന പിന്നെ മാതാപിതാക്കന്മാർ ഇമ്പോർട്ടൻസ് അല്ലാതെ വരും. അപ്പൊ അവരോട് വിശ്വസ്തത കാണിക്കാൻ പലർക്കും കഴിയാറില്ല. രണ്ടാമത്തെ കാര്യം, മക്കൾ അമ്മയാകുമ്പോൾ മക്കളോട് വിശ്വസ്തരായിരിക്കും, പക്ഷെ മരുമക്കൾ വരുമ്പോൾ അവരോട് നമ്മൾ വിശ്വസ്തതയാണ് അതുപോലെ. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു കുഞ്ഞിന്റെ അമ്മയാകുന്ന അവർക്ക് അതേ ആൾക്കാർക്ക് തന്നെ തന്ന പൊസിഷൻ ഒരു അമ്മായിയമ്മയാകാൻ. അതുപോലെ അവരെ മരുമക്കളോടും അതുപോലെ മക്കളോട് എന്ന പോലെ നമ്മൾ വിശ്വസ്തരാകുന്നുണ്ടോ? അടുത്ത നമ്മൾ കൊച്ചുമക്കളുണ്ടാകും, അമ്മൂമ്മയായി മാറും, അവിടെ നമ്മൾ വിശ്വസ്തരാകുന്നുണ്ടോ? നമ്മളെ ദൈവം ആക്കി ഇപ്പൊ സഭയിൽ ഒരു വിശ്വാസിയാക്കി നമ്മൾ സഭയിൽ ഒരു അംഗമായി ആ സഭയിൽ നമ്മൾ വിശ്വസ്തരാകുന്നുണ്ടോ? നമ്മുടെ കൂട്ടുവിശ്വാസിയോടെ നമ്മൾ വിശ്വസ്തരാകുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ദൈവം ജോലിയിലാക്കി വെച്ച ആ ജോലിയിൽ നമ്മൾ വിശ്വസ്തരാണോ? എല്ലാ സ്ഥലത്തും വിശ്വസ്തരായിരിക്കണം, ഒരിടത്ത് മാത്രം വിശ്വസ്തയായ പോരാ. പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്നത്, ഞാൻ അമ്മയെന്ന രീതി ഭയങ്കര വിശ്വസ്തയായിരിക്കും, പക്ഷെ മരുമക്കളോടും ആകുമ്പോൾ നമുക്കൊരു പാർഷ്യാലിറ്റി. കാരണം നമ്മുടെ മക്കളായിരിക്കും നമുക്ക് മുൻതൂക്കം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം ആക്കി വെച്ചിരിക്കുന്ന എല്ലാ പൊസിഷനും, ഏതൊക്കെ പൊസിഷൻ നമ്മൾ ആയിരിക്കുന്നു അവിടെ എല്ലാം നമ്മൾ വിശ്വസ്തയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴും ഇങ്ങനെ ഈ ഭാഗം എന്നോട് ഇങ്ങനെ ഇടപെട്ടപ്പോ, അപ്പൊ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു അതുകൊണ്ട് നമ്മൾ ഉപദേശിക്കുമ്പോൾ ഉപദേശിക്കാൻ പറയുമ്പോൾ ഇവിടെ ഉപദേശിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്? നമ്മൾ ശിഷ്യരാകണം. ആ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വരണം. അത് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കണം. ഹല്ലേലൂയ. അത് പ്രമാണിപ്പാൻ തക്കണം. അപ്പൊ നമ്മൾ പ്രമാണിക്കാതെ മറ്റൊരാളെ പ്രമാണിക്കാൻ തക്കണം ഉപദേശിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം, എന്നിട്ട് നമ്മൾ ഉപദേശിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പ്രമാണിപ്പാൻ തക്കണം അവർ ഉപദേശിച്ചു കൊണ്ടും സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് എല്ലാ നാളും രോഗാവസാനത്തെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചത്. ഇതേ വചനത്തെ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 20 ഇറങ്ങത്ത് വായിക്കാവോ? മാർക്കോസ് 16-ന്റെ 20 അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പൊ ഇവിടെ പറയുന്നത് അവർ പുറപ്പെട്ട്, അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നതാണ്, പക്ഷെ ഇവിടെ പറയുന്നത് അവർ പുറപ്പെട്ട്. അപ്പൊ കർത്താവ് പറഞ്ഞ എന്താ? പുറപ്പെട്ട് നിങ്ങൾ സകലയിടത്തും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം, എല്ലാവരെയും ശിഷ്യരാക്കണം, എല്ലാവരെയും സ്നാനം കഴിപ്പിക്കണം എന്നെല്ലാം പറയും. അപ്പൊ ഇവിടെ അവർ പുറപ്പെട്ടു. ഹല്ലേലൂയ. അവർ പറഞ്ഞു കേട്ട് പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. അവർ പോയിടത്തെല്ലാം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പ്രസംഗിച്ചൊന്നല്ല. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മ എവിടേക്ക് ഗൈഡ് ചെയ്ത് അവിടെ എല്ലാവരും പോയി പ്രസംഗിച്ചു. എന്നിട്ട് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പൊ അവര് പ്രസംഗിച്ചത് മാത്രമേ അവർ ഉത്തരവാദിത്തമുള്ളൂ. നമ്മളെടുത്ത് ഒരിടത്ത് പോകാൻ പറഞ്ഞാൽ പോയി നമ്മളോട് കർത്താവ് പറയുന്നത് പറയാൻ മാത്രം ഉത്തരവാദിത്വം നമുക്കുള്ളൂ, പക്ഷെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പലർക്കും തിരിച്ചറിയാത്ത കാര്യം അതാണ്. പലരുടെയും വിചാരം, ഞാനൊരിടത്ത് പോയിട്ട് പ്രസംഗിക്കുമ്പോഴോ ഞാനൊരിടത്ത് പോയി ശുശ്രൂഷിക്കുമ്പോഴോ ഞാനാണ് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ചിന്ത.
ഒരിക്കലുമല്ല. ഹല്ലേലൂയ. നമ്മളൊരിടത്ത് പോകാൻ പറയുന്നത് പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുന്നു. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദൈവം നേരിട്ടാ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ ദൈവം ചെയ്യുന്നത് വെച്ചാൽ ആ കുടുംബത്തിൽ ആയിരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാ ചെയ്യുന്നത്. അല്ല നമ്മൾ ചെന്ന് നമ്മുടെ മഹാത്മ്യം കൊണ്ടോ നമ്മുടെ ക്വാളിറ്റി കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ നമ്മുടെ അഭിഷേകം കൊണ്ടോ അല്ല അവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലർക്കും തിരിച്ചറിവില്ലാത്തൊരു കാര്യം ഇതാണ്. നമ്മൾ അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാ? അവർ പുറപ്പെട്ട് എല്ലാവരും പ്രസംഗിച്ചു. അവിടെ അടുത്ത വാക്യം പറയും, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും. അപ്പൊ അവർ പ്രസംഗിച്ചത് മാത്രമേ അവർ ചെയ്തുള്ളൂ. പക്ഷെ പ്രവർത്തിച്ചത് ഇവിടെ കർത്താവാണ്. കർത്താവ് അവരുടെ കൂടെ അവരാൽ നിന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. അപ്പൊ കർത്താവ് പ്രവർത്തിച്ചപ്പോൾ അടയാളങ്ങൾ നടന്നു. ആ അടയാളങ്ങൾ എന്തിനാന്ന് വെച്ചാ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് വചനം ഉറയ്ക്കുന്നില്ല? പലയിടത്ത് ഹോരം പലരും പ്രസംഗിക്കുന്നു. പക്ഷെ വചനം ഉറയ്ക്കാത്തതിന്റെ കാര്യം അവിടെ പ്രവൃത്തി നടക്കുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു എവിടെ ഇറങ്ങി അവിടെ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കർത്താവ് യേശുവിനെ യേശു തൊട്ടവരും എല്ലാം സൗഖ്യം. പക്ഷെ നമ്മൾ ഒരിടത്ത് ചെന്ന് വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തനം നടക്കും. അങ്ങനെ ആ വചനത്തെ ഉറപ്പിക്കും. പക്ഷേ ഇന്നാ നടക്കുന്നില്ലെങ്കിൽ ഇന്ന് കർത്താവ് ഇല്ലാതായിരിക്കും പലരും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പോകുന്നിടത്ത് കർത്താവ് എവിടെയാണ് കർത്താവ് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ കർത്താവ് കൂടെ ഉണ്ടാവും, കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് കർത്താവിനെ വിളിച്ചാൽ കർത്താവ് വരെ അപ്പോസ്തലപ്രവൃത്തി വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. അത് ലൂക്കോസിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ 46 വാക്യങ്ങളൊന്ന് വായിക്കും. 46 onwards. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മനസ്സാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയും അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരം പാപമോചനം യെരൂശലേമിൽ തുടങ്ങി സകല ജാതിയും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നേരത്തുള്ള തിരുവെഴുത്തുകൾ പ്രകാരമാണ് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് അത് കഴിഞ്ഞ അവൻ മാനസാന്തരത്തിന് വേണ്ടി ഈ പ്രസംഗി യെരൂശലേമിൽ തുടങ്ങി സകലയിടത്തും പ്രസംഗിക്കണം എന്നുള്ളതും എഴുതിയിരിക്കുന്നു. നേരത്തെ എഴുതപ്പെട്ടതാണ്. എന്നിട്ട് അവിടെ പറയുന്നത് ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പൊ ആ എഴുതപ്പെട്ട വചനത്തിന് നിങ്ങളാണ് സാക്ഷി. ശിഷ്യന്മാരെ കൊണ്ടുവന്ന ശിഷ്യന്മാരോട് നിങ്ങളാണ് സാക്ഷി. കാരണം കർത്താവ് യേശുക്രിസ്തു ജനിച്ചു, ജീവിച്ച് ഇവരുടെ ഇടയിൽ തന്നെ ജീവിച്ച് ഇവരുടെ മുമ്പിൽ തന്നെ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ സ്വർഗാരോഹണം ചെയ്യാൻ പോവുക. അപ്പൊ ഇതിനെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച്, ഉയർപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണം. ഇതിന് നിങ്ങൾ സാക്ഷികളാ. അപ്പൊ സാക്ഷികളാ. നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. അപ്പൊ നിങ്ങൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സാക്ഷീകരിക്കണം. അതിന് നിങ്ങൾ സാക്ഷികൾ. അപ്പം അവന്റെ നാമത്തിൽ മാനസാന്തരം പാപമോചനം യെരൂശലേമിൽ സകല ജാതി പ്രസംഗിക്കാൻ വേണ്ടി എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്നിട്ട് എന്റെ പിതാവ് അടുത്ത് പറയും, അവിടെ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുക, നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവര് ദൈവത്തിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് അവിടെ പറയുന്നത്. അടുത്ത അനന്തരം അവൻ ഒരു ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ച്. അവിടം വരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൈ ഉയർത്തി ഇവരെ അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിക്കൽ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തിൽ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന്. കർത്താവ് യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പം എങ്ങനെയാ അവര് പോയത്? മഹാസങ്കടത്തോടെ പോയ ആൾക്കാര് ഇവിടെ കർത്താവിന്റെ ഉയർപ്പ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. മറ്റേ യെരൂശലേം വിട്ടോടിപ്പോയവര് അവിടേക്ക് മടങ്ങി വരെ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ
എല്ലായ്പ്പോഴും ദൈവാലയത്തിരുന്നു ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അവര് ദൈവാലയത്തിൽ പോലും ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഹല്ലേലൂയ. കാരണം അവര് ഹല്ലേലൂയ അവിടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവര് ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കൂടിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോസ്തലർ തുടങ്ങുമ്പോൾ ആരൊരു കൂടിയിരുന്ന് ദൈവത്തിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നുണ്ട്. അവര് വെറുതെ അവിടെ നടന്നില്ല, അവര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആലയത്തിൽ കൂടിയിരുന്നു പ്രാർത്ഥിച്ചു, ദൈവത്തെ വാഴ്ത്തി പോന്നു. അതുപോലെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഹല്ലേലൂയ ദൈവത്തെ കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മളെല്ലാരും വാഗ്ദത്തങ്ങൾ ഒരുപാട് കേൾക്കും. ഏറ്റവും കൂടുതൽ വാഗ്ദത്തം കേൾക്കും നമ്മളൊക്കെ തന്നെയാണ്. എവിടെ വാഗ്ദത്തം ഏത് പ്രവാചകനുണ്ടോ അവരെയൊക്കെ വിളിച്ച് ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മൾ ആ ദൂതുകളൊക്കെ പിടിക്കും. പക്ഷെ പിടിച്ചിട്ട് എന്താ വെച്ചാൽ അത് വേസ്റ്റ് പൊട്ടെ കൊണ്ട് കളയുന്ന പോലെ കളഞ്ഞിട്ട് പോകും. ഹല്ലേലൂയ. ഇവിടെ കേട്ട വാഗ്ദത്തത്തിനായിട്ട് ഇവർ കാത്തിരിക്കുന്നുണ്ട്. നമ്മള് അപ്പോസ്തലർ എടുക്കുവാന്ന് പറയാം, അവര് കൂടി മാളിക മുറിയിൽ കൂടിയിരുന്ന് ഹല്ലേലൂയ അവർ പ്രാർത്ഥിച്ചു. എത്ര ദിവസം ഇരുന്നെന്ന് അതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ 120 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് അവർ ആ കേട്ട വാഗ്ദത്തം പ്രാപിക്കും നമ്മൾ കണ്ടു. ഹല്ലേലൂയ. പക്ഷേ നമ്മളൊക്കെ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ എവിടെ? എത്ര പേര് ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ എല്ലാം പ്രാപിച്ചു, ഇതുവരെ എന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും പെൻഡിങ്ങില്ലെന്ന് പറയുന്നവരുണ്ട്? പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ വാഗ്ദത്തങ്ങൾ വൈകുന്നതിന്റെ കാര്യം വെച്ചാൽ ഇത് തക്ക സമയത്ത് പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ ആയിപ്പോകുന്നതിന്റെ കാരണം നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വാഗ്ദത്തം എഴുതി. ഞാനൊക്കെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. കാരണം ഈ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില വാഗ്ദത്തം ചെയ്താൽ അതിനുവേണ്ടി ഇത്ര ടൈം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കണം. അത് ചിലപ്പോൾ നിവർത്തിയിരിക്കും. പക്ഷെ നമ്മളൊക്കെ പല വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ആയി പോയിട്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഈവനിങ് പ്രേയറിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഹല്ലേലൂയ. അന്നേരം എന്റെ മോൾ എന്നോട്, അമ്മ ഇനി രാവിലത്തെ പ്രേയർ ഉണ്ടല്ലോ, അപ്പൊ വൈകുന്നേരം അമ്മ രാവിലെ എല്ലാവർക്കും വേണ്ടി നേരത്തെ പ്രാർത്ഥിക്കാറുണ്ട്, വൈകിട്ട് അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറേ ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം, വൈകുന്നേരം നമുക്ക് രണ്ടുപേർക്കൂടെ കൂടി പ്രാർത്ഥിക്കാം. ശരി ആയിക്കോട്ടെ പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്തും നമ്മൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഗ്ദത്തങ്ങളൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. മനസ്സിലാകുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോ അനേകരുടെ വിഷയങ്ങളെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ട. അപ്പൊ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും. പക്ഷേ അവരവർക്ക് കേട്ട വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിച്ചോട്ട് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവ് എന്റെ മേൽ പറഞ്ഞ ഈ വാഗ്ദത്തം ഹല്ലേലൂയ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇവര് പക്ഷേ വാഗ്ദത്തം കേട്ട വാഗ്ദത്തം പ്രാപിക്കുന്നത് വരെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, പ്രാപിച്ചിട്ട് എഴുന്നേറ്റത്. നമ്മളെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആൾക്കാരൊക്കെ, ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സ്നാനപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അഭിഷേകം പ്രാപിച്ചു. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് അഭിഷേകം പ്രാപിച്ച് എത്രയോ നാൾ കഴിഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ അല്ലെ. ചില ആൾക്കാർ 5 മാസം 6 മാസം 1 വർഷം 2 വർഷം 3 വർഷം 10 വർഷം വരെ ആയിട്ട് അഭിഷേകം പ്രാപിക്കാത്തവർ, 10 ഇപ്പോഴും 15 20 വർഷമായിട്ട് അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. നമ്മുടെ കൂട്ടത്തിലില്ല, പക്ഷേ നമ്മൾ കാണുന്ന ഇടയിലുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവർക്കുള്ള വാഗ്ദത്തം അല്ലേ ഇത്? പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതല്ലേ? അപ്പൊ ഇത് ഞാൻ പ്രാപിച്ചിട്ടേ എഴുന്നേൽക്കത്തോളൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാത്ത നമ്മുടെ ഹല്ലേലൂയ. വാര്യപുരപ്പച്ചനെ കുറിച്ച് കേട്ടപ്പോഴത്തേന് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഡോക്യുമെന്റ് ഒക്കെ പറഞ്ഞ വാര്യപുരപ്പച്ചനെ സംബന്ധിച്ച് ഞാൻ പോവുകയാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ട് തിരിച്ചു വരുത്തോളം പറഞ്ഞു. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളോളം, എനിക്കൊന്ന് ഒരാഴ്ചയോളം കണ്ടു പോയിരുന്നു പ്രാർത്ഥിച്ച്. അതെനിക്ക് അന്നേരം പറഞ്ഞു, എനിക്ക് അങ്ങനെ 1-2 വാക്ക് പറയുന്ന പോരാ, എനിക്ക് അഭിഷേകം അത് പൂർണ്ണതയോടെ വേണമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നു. ഹല്ലേലൂയ. അവിടെ പോകാൻ ആ ഒരു സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച് അത് അതുപോലെ നിറവോട് പ്രാപിച്ചിട്ട് തിരിച്ചു വന്നു. പലരുടെയും സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് മാത്രം അഭിഷേകം കിട്ടാനായിട്ട് അവരൊക്കെ ഹല്ലേലൂയ പോയിട്ട് തോട്ടത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് കരഞ്ഞ് വിളിച്ച് ദൈവത്തോട് കടന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ദൈവം നിറച്ചിട്ട് അവർ എഴുന്നേറ്റ് വന്നേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ എനിക്കിത് കിട്ടേ മതിയാകത്തോളം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ച് ആരൊക്കെ പ്രാർത്ഥിച്ചു അവർക്കൊക്കെ ലഭിക്കാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മനോഭാവം എന്താണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ദൂതിലേക്ക് വിശ്വസ്തത, ഈ വിശ്വസ്തതയ്ക്കകത്തുള്ളത് ഇതൊക്കെ. കർത്താവ് പറഞ്ഞ സകലം നമ്മൾ പ്രമാണിക്കണം. സകലം നമ്മൾ ഹല്ലേലൂയ പാലിക്കണം. നമ്മൾ വചനം കേൾക്കുന്നു, വചനം ഏറ്റെടുക്കുന്നു, വചനം പ്രമാണിക്കുന്നു, മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, അവരെ പ്രമാണിക്കാൻ അവരെ യോഗ്യരാക്കി മാറ്റുന്നു. ശിഷ്യത്വത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വസ്തത എന്നുള്ളതാണ്.
കർത്താവ് യേശുക്രിസ്തു സകലയിടത്തും വിശ്വസ്തനായിരുന്നു. മോശയെക്കുറിച്ച് പറഞ്ഞ് അവൻ ആക്കി വെച്ചിരിക്കുന്ന ഗൃഹത്തിനൊക്കെയും വിശ്വസ്തനായിരുന്നു എഴുതിയിരിക്കുന്ന പോലെ നമ്മളെ ആക്കി വെക്കുന്ന ഹാലേലിയ ഓരോ സ്ഥലത്തും നമ്മൾ വിശ്വസ്തൻ. ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ ശുശ്രൂഷ, ദൈവം തന്നിരിക്കുന്ന താലന്ത് ചെറുതാകട്ടെ വലുതാകട്ടെ, അവിടെ നമ്മൾ വിശ്വസ്തയോടെ അത് ഉപയോഗിക്കുമ്പോഴാണ് ഹാലേലി വീണ്ടും ദൈവം നമ്മളെ കൊണ്ട് അധികമായി ഉപയോഗിക്കുന്നത്. ഹാലേലിയ അല്പത്തിൽ വിശ്വസ്തനായ അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം. ശിഷ്യത്വം എന്നാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗുരുവിനെ പോലെ ആകുക എന്ന് വെച്ചാൽ ഗുരുവിനെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് വിശ്വസ്തത. ഇത് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. നമ്മൾ എന്തൊക്കെ നമ്മൾ ആകണമെന്ന് പറഞ്ഞാൽ അത് ആകണം. നമ്മൾ എന്തൊക്കെ ആകരുതെന്ന് പറഞ്ഞാൽ അത് ആകരുത്. ആമേൻ, ഹല്ലേലൂയ. ഈ മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാനിപ്പോ രാത്രി ഇപ്പം എനിക്കൊന്ന് ഇവിടുത്തെ നമ്മൾ 2:30 മെസ്സേജ്, ഞാൻ അതിന്റെ 1:30 ആയപ്പോഴത്തേനും ഹല്ലേലൂയ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അന്നേരം ദൈവത്തിന്റെ ഞാൻ വേറെ മെസ്സേജ് പറയും. അപ്പൊ പരിശുദ്ധാത്മ എനിക്ക് തന്നാണ് ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടൊന്ന് ബൈബിൾ വായിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ. ഇത് ആമേൻ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്ന വെറുതെ അല്ല. ഹല്ലേലൂയ. ഇന്ന് കാണുന്നതിന് കേൾക്കുന്നതിന് പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ട് ഇന്ന് നമ്മുടെ സുവിശേഷമാണെങ്കിലും പ്രസംഗമാണെങ്കിലും ദൈവത്തിന്റെ സഭയുടെ പോക്കാണെങ്കിലും എല്ലാം നമ്മൾ ലോകം അതുമായി ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നാലെ സഞ്ചരിക്കാനുള്ളവരല്ല. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാലത്ത് ആരും അറിയാതെ ദൈവം 7000 എണ്ണത്തിന് ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഏലിയാവ് അയ്യോ കർത്താവെ ഞാൻ ഒരുത്തം മാത്രം അല്ല, നീ അല്ല 7000. അപ്പൊ ഇതുപോലെ ദൈവം പലയിടത്തും പല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ആഫ്രിക്കൻ, ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തില്ലേ, അവിടെ ഫ്ലഡ് കാരണം ഏകദേശം 150 പേരെന്ന് പറയും. പക്ഷെ നമ്മുടെ വാർത്ത കേൾക്കാൻ മനസ്സിലായത് ഏകദേശം 100 പേര് അവിടെ മരിച്ചു. ഹല്ലേലൂയ. ഫ്ലഡ് കാരണം ഓരോ സ്ഥലത്ത് പ്രകൃതി ക്ഷോഭം. ഇന്ന് സൗദിയിലൊക്കെ ഭയങ്കര മഴയും ഇത് ഫ്ലഡ് പോലെ അവിടെയൊക്കെ. അപ്പൊ ഓരോ സ്ഥലങ്ങളും നമ്മൾ കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണു തുറക്കണം. അന്ത്യകാലത്തിന്റെ തൊട്ടു മുമ്പുള്ള ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ ന്യായവിധിയിൽ ദൈവം ചിലരെയൊക്കെ പഠിപ്പിക്കുന്ന ചിലരൊക്കെ, പക്ഷെ ഇവിടെ മനം തിരിഞ്ഞു വരാത്തവരെ മനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സത്യ സുവിശേഷം അതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ ആ സുവിശേഷം ഘോഷിക്കുന്ന ദൈവത്തിന് ആവശ്യമുണ്ട്. പോകുന്ന സിസ്റ്റത്തിനനുസരിച്ച് പോകാനല്ല. ഇത് മനുഷ്യനുണ്ടാക്കിയ ചില സിസ്റ്റത്തിനകത്തൂടെയാണ് നമ്മുടെ ഹല്ലേലൂയ ഗോസ്പൽ പോലും പോയിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി ഇത് മുൻകൂട്ടി കണ്ടിട്ട് പറഞ്ഞ് ഹല്ലേലൂയ ഇപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് വിരോധമായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞാൽ പോലും നിങ്ങൾ ചെവിക്കൊള്ളരുത്. ഗലാത്യ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവനാ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടെ നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയതായി. ഇന്നൊരു ശുദ്രം ചെയ്ത് മയക്കിയതുപോലെ ജനം മയക്കത്തിൽ കിടക്കുക. അവിടെ സത്യം വിളിച്ചു പറയാൻ ആൾക്കാർ വേണം. പലപ്പോഴും നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ സങ്കടങ്ങൾ വരാറുണ്ട്. ഭയങ്കര സങ്കടം. ഞാൻ ഇന്നലെ ഇവിടെ വൈഫും വന്ന സമയത്ത് ഞാൻ ഈ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ചിലയിടത്ത് ചില മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പൊ എന്താ നമ്മളിരുന്ന് കുറെ കരയിരുന്നിട്ട് ദിവസം ഇരുന്നിട്ട്. കാരണം വെച്ചാൽ അവിടെ പറയുന്നതും ചെയ്യുന്നതും കാണുന്ന സമയത്ത് ഈ വലിയ വലിയ ഇന്റർനാഷണൽ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ മനസ്സിലാവും. അവിടെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെ ട്രിക്കുകൾ നടക്കുന്നുള്ള കാര്യങ്ങൾ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഹല്ലേലൂയ നാമത്തെ കച്ചവടമാക്കുന്ന രീതിയിലുള്ള ഹല്ലേലൂയ പ്രവൃത്തികൾ പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ ഈ ചില മിനിസ്ട്രി അവിടെ പോയിരുന്ന ഒരു പാസ് നമ്മുടെ കൂട്ടത്തിന് പ്രാർത്ഥിക്കുന്ന സഹോദര ഹസ്ബൻഡ് പറയാറുണ്ട് ഹല്ലേലൂയ അവിടെയൊക്കെ പല മ്ലേച്ഛതകൾക്ക് വേണ്ടി ചെന്നാലും പാസ്റ്റർമാര് പ്രാർത്ഥിക്കും. കള്ളത്തരങ്ങളും തട്ടിപ്പുകളും നടത്താനായിട്ട് ചെന്നാലും പാസ്റ്റർമാര് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതിന്റെയും ദശാംശം വാങ്ങിയെടുക്കും സഭയിലേക്ക്. ഇതാണ് ദൈവത്തിന്റെ വേല. എങ്ങനെ സമ്പാദിക്കുന്ന പണമാണെങ്കിലും കൊണ്ടുവന്ന പോരെ, അതുകൊണ്ട് പോരട്ടെ എന്ന് വിചാരിക്കുന്നു. അതോ ആ പണം ആരുടെയെങ്കിലും ഹല്ലേലൂയ ഇത് പാപത്തിന്റെ പങ്ക് പറ്റിയതാണോ എന്ന് അന്വേഷിക്കാറുണ്ടോ? ഹല്ലേലൂയ ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഞാൻ പറയുന്ന കേരളത്തിൽ ഒരു സഭയ്ക്കുള്ളിൽ പോയി ഹല്ലേലൂയ അവിടെ തന്നെ ഒതുങ്ങിക്കൂടുന്നുണ്ട് പലതും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഒന്ന് കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ വലിയ വലിയ മെഗാ ചർച്ച എന്ന് പറഞ്ഞ് നിൽക്കുന്ന പലയിടത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവിടെ എങ്ങനെയാണ് ഹല്ലേലൂയ ഇത്രത്തോളം ആൾക്ക്. പണ്ട് ദൈവത്തിന്റെ വചനത്തിന് ഒരു വചനമുണ്ട് ഹല്ലേലൂയ എന്താ പറയാ ഹല്ലേലൂയ എന്താ പറയാ അവിടെ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ശവങ്ങൾ ഉള്ളിടത്ത് കഴുക്കൾ കൂടും. ആ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എവിടെയാണ് വിടുതലുള്ളത്? എവിടെയാണ് അപ്പം കിട്ടുന്നത്? അതിന്റെ പിന്നാലെ വെച്ച് പായിക്കൊണ്ടിരിക്കുക. കാരണം ഈ അപ്പം എവിടത്തേക്കുള്ളതാ? ഈ ജഡത്തിനുള്ളതാണ്. നീ അപ്പം എന്തിനുള്ളതാ? നമ്മുടെ ജഡത്തിനുള്ളത്. അപ്പൊ ജഡത്തിന്റെ അത് മോഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ആരാണ് അതിന് മുൻതൂക്കം കൂട്ടിട്ട് പ്രസംഗിക്കുന്നത്? ആരാണ് അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. നീ എവിടെയാണ് കർത്താവിന്റെ വരവിനായിട്ട് നിങ്ങൾ വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കണമെന്ന് പഠിപ്പിക്കാനായിട്ട് സമയമുള്ളത്? ഒരു വിശുദ്ധീകരണത്തിലേക്ക് ആൾക്കാരെ നടത്തിക്കണം എന്നുള്ള പ്രസംഗങ്ങൾ എത്ര നമ്മൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് നിത്യതയിലേക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്നുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണം. നമ്മളൊരു രൂപാന്തരം സംഭവിക്കണം. ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സംഭവിക്കണം. അല്ലാതെ വെറുതെ ചുമ്മാ കാകള ശബ്ദം കേൾക്കും എണീറ്റങ്ങ് പോകുന്ന ആരും വിചാരിക്കണ്ട. അതുപോലെ നമ്മൾ സ്വർഗത്തിലേക്ക് ഞാൻ പറയും ഇവിടെ നമ്മൾ എവിടെ നിർത്തിയോ അവിടെയാണ് അവിടുത്തെ ആ പൊസിഷൻ. അങ്ങനെയാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. നമ്മളിവിടെ എന്ത് സമ്പാദിച്ചു എന്നുള്ളത്, ഈ ലോകത്തിൽ എന്ത് സമ്പാദിച്ചു എന്നത്, ദൈവരാജ്യത്തിലേക്ക് എന്ത് നമ്മളായിരിക്കുന്ന രാജ്യം ഏതാണ്? അത് ദൈവരാജ്യത്തിലാണ്. നമ്മൾ ലോകത്തിന്റെ സിസ്റ്റത്തിനുള്ളിൽ തന്നെ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് നേടി? ഈ ചോദ്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. ഈ ദിവസങ്ങളിൽ വളരെ ഭയത്തോടു കൂടിയായിരിക്കണം. കാരണം നിൽക്കുന്ന നിപ്പിൽ ഹല്ലേലൂയ ഒലിച്ചുകൊണ്ട് പോവുക. നിൽക്കുന്ന നിപ്പിൽ തകർന്നു മാറുന്നുണ്ട് പലതും. വലിയ എന്താ പറയാ നിലകളോളമുള്ള കെട്ടിടങ്ങളൊക്കെ ഭൂമിക്കടിയിലേക്കും ചരിഞ്ഞും താഴ്ന്നും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ എന്തിന്റെ സൂചനയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ കോപം തന്നെ അതൊക്കെ. അല്ലെ? അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണരണം. ഹല്ലേലൂയ. ഉണർന്ന് ഹല്ലേലൂയ നമ്മളെ എന്താണ് ദൈവം ഏൽപ്പിച്ചത്? നമ്മൾ ആരോടും കിടക്കേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിക്കട്ടെ, അല്ല നിങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കട്ടെ, ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. വിളിക്കുന്ന സമയത്ത് അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരോട് അല്പസമയം നിങ്ങൾ വചനം ഷെയർ ചെയ്യണം. ആ വചനത്തിലൂടെ ഹല്ലേലൂയ അവരിപ്പോ ആയിരിക്കുന്ന വിഷയം എന്തായിക്കോട്ടെ, പക്ഷേ അവരോട് ഒരു ഉപദേശം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്താണ് കർത്താവ് എന്താണ് അതിനെ പ്രമാണിക്കാനായിട്ടൊരു ഉപദേശം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് സംസാരിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നമ്മൾ തിരിച്ചറിയാതെ പോലും നമ്മുടെ അപ്പന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ, നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കർത്താവായിട്ട് നമ്മുടെ അവസ്ഥയ്ക്കുള്ള ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു മല്ലുകൊടുത്തേക്ക്. അപ്പൊ കർത്താവ് എനിക്ക് രണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പോ മിണ്ടാതായി. കാരണം ആദ്യം പറഞ്ഞ് കാലാളുകളുടെ കൂടെ ഓടി ക്ഷീണിച്ചാ പിന്നെ എങ്ങനെ ഓടും, കുതിരകളോട് എങ്ങനെ വരും, അതിനോട് എങ്ങനെ ഓടുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എന്ന് ചോദിച്ചിട്ടുണ്ടപ്പോ പറഞ്ഞ് സഭാപ്രസംഗനെ പറഞ്ഞ് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ സമയം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ചെയ്തോളാം, നീ അധികം ചോദിക്കേണ്ടതെന്ന അവസ്ഥ. അല്ല ഇങ്ങനെ ഓരോന്നും നമ്മളോടുമ്പോ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കർത്താവ് ഹല്ലേലൂയ തീരുമാനിച്ചിരിക്കുന്ന മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ അറിയാം ദൈവത്തിന്റെ ഹല്ലേലൂയ തീരുമാനങ്ങളെ മാറ്റാൻ ആർക്കും കഴിയില്ല. നമ്മൾ എത്ര വാശി പിടിച്ചാലും എത്ര ബഹളം ഉണ്ടാക്കിയാലും കർത്താവിന്റെ സമയം പെർഫെക്റ്റ് ടൈം, ആ സമയത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷേ എങ്കിൽ അതിനിടയിൽ കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ ഹൃദയത്തിലും വേദനയുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ട്. കർത്താവ് ഇത് തന്നെ ഒരു സ്നേഹിതനോട് എന്ന പോലെ അബ്രഹാമിനോട് സോദോം ഗോമോരയെ നശിപ്പിക്കാൻ ഇപ്പൊ ഷെയർ ചെയ്തല്ലേ, പറഞ്ഞില്ലേ? ഇന്ന് എന്തുകൊണ്ടാണ് കർത്താവ് മല്ലരോട് ഇന്ന് പറയാത്ത കാര്യം? കർത്താവിനെ കേൾക്കാൻ ആർക്കും സമയമില്ലാത്തത്. ഇല്ലെങ്കിൽ കർത്താവിന്റെ അഭിഷിക്തന്മാർക്ക് വെളിപ്പെടുത്താതെ കർത്താവ് ഒരു കാര്യവും ചെയ്യത്തില്ല. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാസ്റ്റ് പറഞ്ഞാണ് കർത്താവ് കർത്താവിന്റെ സ്നേഹിതനായ കർത്താവിന്റെ എന്താ പറയാ ഹൃദയത്തിലെ ഇഷ്ടങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് ഓരോരുത്തരത്ത് അത്ഭുതങ്ങൾ, മിറക്കിൾസ്, വണ്ടേഴ്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തിച്ചണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ആളെ കിട്ടുന്നില്ല. ആരൊക്കെ തയ്യാറാകുന്നു ദൈവത്തിന് മുമ്പിലേക്ക്? ദൈവത്തിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ പറ്റിയ ആളെ കിട്ടാത്തതുകൊണ്ട് ദൈവം പ്രവർത്തിക്കാതെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കർത്താവി ഹല്ലേലൂയ അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ ഇന്ന് എത്ര പേര് സമർപ്പിച്ചു കൊടുക്കുക ദൈവത്തിന് മുമ്പിലേക്ക്? കർത്താവെ ഞാൻ റെഡിയാണ്, എന്നെ ഏൽപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണോ, കർത്താവിന് എങ്ങനെ പ്രവർത്തിക്കാൻ ഇഷ്ടമുണ്ടോ അങ്ങനെ എന്നെ ഉപയോഗിക്കണം, എന്നിലൂടെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് ആർക്കെങ്കിലും? ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് അത് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എത്ര പേര് സമർപ്പിച്ചു കൊടുക്കും?
കരുനാഗപ്പള്ളി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ആഗ്രഹം, ചെങ്ങന്നൂർ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ, എറണാകുളത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഹാലയിലെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഹാലലൂയ. അപ്പൊ എത്ര പേര് അതിനുവേണ്ടി കർത്താവേ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എന്നെ ഇതാ സമർപ്പിച്ച് തരുന്ന ഹാലലൂയ. എന്നിലൂടെ ദൈവം പ്രവർത്തിക്കണമേ. ഹാലയിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്. കർത്താവിന്റെ മഴയെ പറഞ്ഞ പോലെ ഇതാ കർത്താവിന്റെ ദാസ് നിന്റെ വചനം പോലെ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഹാലലൂയ. പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്തതുപോലെ യെശയ്യാവ് പറഞ്ഞു, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ആര് പോകുന്ന കർത്താവ് ചോദിച്ചു. കർത്താവ് പറഞ്ഞ് അവിടെ നിന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ നേരിട്ട് ചെയ്യുന്നല്ല പറഞ്ഞേ, എനിക്ക് ഒരു കാര്യം ചെയ്യും, ആര് പോവും? ആരെനിക്ക് വേണ്ടി പോവും? ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്തൊരു സമർപ്പണം ഉണ്ടായിരുന്നു ഈ പ്രഭാതത്തിൽ. സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ആർക്കും അനക്കമില്ല, ആർക്കും സമർപ്പിക്കാൻ പറ്റുന്നില്ലേ? ആമേൻ. ഹല്ലേലൂയ. സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കർത്താവെ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ പോലെ നമ്മളെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് പലയിടത്തും പലതും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് ആ സമർപ്പണത്തോടെ വിശ്വസ്തയോടെ ദൈവസേന നിൽക്കുവാൻ പറ്റിയ ആളെ കിട്ടാത്തതുകൊണ്ട് ദൈവം പലതും പെൻഡിങ് വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ സമർപ്പിച്ചു കൊടുത്ത ദൈവം നമ്മളെയൊക്കെ ശക്തമായി ഈ ദിവസങ്ങൾ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് വെച്ചാൽ നടക്കും. പക്ഷേ കർത്താവ് എന്ത് പറയുന്നു അത് വിളിച്ച് പറയാനായിട്ട് ധൈര്യം കാണിച്ചു. കർത്താവിന്റെ ആത്മാവ് എന്താണോ നമ്മുടെ വായിൽ പറഞ്ഞത് അവിടെ മനുഷ്യന്റെ മുഖം നോക്കാൻ പറ്റത്തില്ല. പ്രസ്ഥാനത്തിന്റെ മുഖം നോക്കാൻ പറ്റത്തില്ല. ചിലപ്പോ പാസ്റ്ററിന്റെ മുഖം നോക്കാൻ പറ്റത്തില്ല. അവിടുത്തെ മൂപ്പന്മാരെ ലീഡേഴ്സിന്റെ മുഖം നോക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത് അത് പറയാൻ ധൈര്യം കാണിക്കണം. അവരെയൊക്കെ ഭയപ്പെട്ടാൽ നിങ്ങൾക്കത് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ആരെയും മനുഷ്യരെ ഭയപ്പെടുന്നവരായിട്ടില്ല, സാക്ഷാൽ ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറിക്കൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന എന്ത് ഞാൻ വിശ്വസ്തയോടെ ചെയ്തു കൊള്ളാന്നൊരു സമർപ്പണം ഉണ്ടായിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവം ചിലതൊക്കെ ഏൽപ്പിക്കാനായിട്ട് ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ്. ചിലതൊക്കെ ദൈവം ഏൽപ്പിക്കെ തന്നെ അങ്ങനെ സമർപ്പിക്കുന്നവരെ അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക ഈ പ്രഭാതത്തിൽ. കർത്താവ് ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.